ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു കോഴിക്കോടൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏട്ടൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നത് പ്രമാണിച്ച് കുറേ സാധനങ്ങളൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ കയ്യിൽ സോപ്പും പിസ്തയും ബദാമും കുറേ മിഠായും വെറൈറ്റി മിഠായികളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ശബ്ദം എന്താണെന്ന് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ വയ്യ ഗൈസ്. ജലദോഷം തൊണ്ടവേനൊക്കെ ആയിട്ട് ഒരു വിധത്തിലായിട്ടുണ്ട്. ആക്ച്വലി ഞാനിതിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അവിടുന്ന് റെക്കോർഡ് ചെയ്യാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് രാവിലെ തന്നെ മിഠായും അതൊക്കെ ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളുടെ മക്കളുടെ കലാവേദികളായിരുന്നു ഇവിടെ. ഇസേൻ്റെ അടുത്ത് ഇരിക്കി. കണ്ണിലൊന്നും കുത്തരുത്. അയ്യോ അയ്യോ ഇസേന്റെ കവള്. ആ തൊട്ടേ. ഉമ്മ കൊടുക്കീസേ, ഉമ്മ കൊടുക്കീസേ. കെട്ടിപ്പിടിച്ചു. ഇസക്കുട്ടാ, ഇസക്കുട്ടാ. ഏട്ടാ പുറത്ത് പോയി വരുമ്പോൾ സിപ്പപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സിപ്പപ്പൊക്കെ കഴിച്ചിട്ടാണ് തോന്നുന്നു എനിക്ക് തൊണ്ടവേനും ജലദോഷമൊക്കെ പിടിച്ചത്. ഇതൊന്നും കഴിക്കരുതെന്ന് അങ്ങനെ കുറേ വിചാരിക്കും, പക്ഷെ കഴിക്കാതിരിക്കാൻ തോന്നത്തില്ല വീട്ടിലെത്തിക്കഴിഞ്ഞ് തന്നെ സാധനം. പിന്നെ ഇതാ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. ഉച്ചയാകുമ്പോൾ നല്ല മത്തിയല്ല അയില മുളകിട്ടതും നല്ല കുമ്പളങ്ങക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഇറങ്ങിയായിരുന്നേ. ഞാനും ആമിയും ഏട്ടനും കൂട്ട് കുറേ നാളായി കാപ്പാട് ബീച്ചൊക്കെ പോയിട്ടും. കോഴിക്കോട് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആദ്യം കരുതിയത്, പിന്നെ കുറേ ദൂരമായത് കാരണം നമ്മളിവിടെ അടുത്ത് കാപ്പാട്ടിലേക്കാണ് വിട്ടത് കേട്ടോ. അപ്പോൾ കാപ്പാട് ബീച്ച് വരാത്തവരുണ്ടെങ്കിൽ വന്ന് നോക്കണം കേട്ടോ. അടിപൊളി സ്ഥലമാണ്, നല്ല സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ 2 മാങ്ങയും 2 പൈനാപ്പിളും 2 ക്യാരറ്റ് ഉപ്പിലിട്ടത് വാങ്ങിയായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് അച്ചാറും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ട് ഉപ്പും മുളകും എരിവൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കഴിച്ചില്ലെങ്കിൽ എന്തില്ലേ. പിന്നെ ഒരു ഐസ്ക്രീമും കഴിക്കണം. അപ്പോൾ ഇന്ന് 2 ഐസ്ക്രീമാണ് കഴിച്ചേക്കണം ഞാൻ. അയ്യോ, അപ്പോൾ ഇതാ ഇതുകൂടെ ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സമയം 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇങ്ങനെ ഞങ്ങളത് താഴത്തേക്കൊക്കെ ഇറങ്ങി കുറേ നേരം മണ്ണിലൊക്കെ കളിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ച് പിന്നെ പതുക്കെ ഞങ്ങൾ മേലോട്ട് തന്നെ കയറി കുറേ നേരം തെണ്ടി തിരിഞ്ഞിട്ട് ഞങ്ങളൊരു 1 അരമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ ബീച്ചിൽ കളിച്ചിട്ടുണ്ടാവും കേട്ടോ. കുറേ നാളായാലും വന്നിട്ട് ആമി ഇല്ലാത്ത സമയത്ത് എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞ ആ ടൈമിലൊക്കെ കുറേ വന്ന് കുശലം പറഞ്ഞിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2ാമത്തെ ഐസ്ക്രീമാണ് ഗൈസ് ഇത്. ഞാൻ ബട്ടർ സ്കോച്ചും ഏട്ട ചോക്ലേറ്റാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആമിക്ക് എന്ത് ചെയ്തു, ആമിക്ക് ആ കോണ് മാത്രമായിട്ടൊന്ന് കൊടുത്തു. എന്നാലും അവൾക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിനെ ടച്ച് ചെയ്ത് കൊടുക്കണ്ട ചെയ്തത്. എന്നാലും ഗൈസ് ആമിക്ക് നല്ല പനിയും ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു. ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം നല്ല പനിയൊക്കെ ആയിരുന്നു. മോള് കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ സ്ഥലം മാറിയതിൻ്റെയും അതിൻ്റേതായ എടുത്ത് നടക്കാൻ ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, അവൾ ആരുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. സ്ഥലം മാറിയതുകൊണ്ടായിരുന്നു തോന്നുന്നു. എൻ്റെ അടുത്തും ഏട്ടൻ്റെ അടുത്തും മാത്രമേ നിന്നായിരുന്നുള്ളൂ അവൾ. എന്തെങ്കിലുമൊക്കെ ഏട്ടൻ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് നിന്നിട്ട് പോവില്ല. എല്ലാവരുമായിട്ട് അവൾ കളിക്കും, പക്ഷെ ആരും എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അതെങ്ങനെയാണല്ലോ, കുഞ്ഞു മക്കളല്ലേ, സ്ഥലം മാറിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഞങ്ങളിതാ വരുന്ന വഴിക്ക് കരിക്ക് ജ്യൂസ് കുടിച്ചായിരുന്നു കേട്ടോ, ഇളനീർ ജ്യൂസ്. അതും തണുപ്പായിരുന്നു. എന്താ പറയുക, തണുപ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ടും തണുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്
അതും കുടിച്ചായിരുന്നു. ആമിയും കുറച്ച് കുടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ കുട്ടിക്ക് ഓണക്കോടി നോക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഫൈനലി ഇതാണ് കേട്ടോ സെലക്ട് ചെയ്ത്. നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ട് നമുക്ക് നന്നായിട്ട് ചേരും കേട്ടോ. അവസാനം ഡാൻസ് കളിച്ചതിൻ്റെ കാലുവേദന കൂടി, ഭയങ്കര വേദനയായിരുന്നു, നടക്കാനും ഉപ്പുറ്റി ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ ഇങ്ങനെ ബാം ഇട്ടിട്ട് ഒഴിഞ്ഞ് തരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.